പാലക്കാട് കഞ്ചിക്കോട് വൻകിട മദ്യനിർമ്മാണശാല അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ടാണെന്നും വിവാദങ്ങൾക്ക് നിയമസഭയിൽ മറുപടി നൽകുമെന്നും മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. എന്തെല്ലാം തെറ്റായ ആഖ്യാനങ്ങളാണോ കേരളത്തെ കേന്ദ്രീകരിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത്, അതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനി കേരളത്തിൽ അവരുടെ പ്ലാന്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ തന്നത്. അപേക്ഷ നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് സർക്കാർ അതിന് ശരിയായ രീതിയിൽ എല്ലാ പരിശോധനകൾക്കും ശേഷം അനുമതി നൽകി. പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം അത്രയും സുതാര്യമായ രീതിയിൽ നടന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന വിവാദം വെറും രാഷ്ട്രീയ ലാഭം മാത്രം വെച്ചുകൊണ്ടാണ്. സർക്കാർ നയം രൂപീകരിച്ചത് കമ്പനിക്ക് വേണ്ടിയാണെന്ന് തെളിഞ്ഞുവെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി കുറ്റപ്പെടുത്തി. ആവശ്യമായ വെള്ളം ആര് കൊടുക്കും? വാട്ടർ അതോറിറ്റി കൊടുക്കും, സർക്കാർ കൊടുക്കുന്ന ഉറപ്പ് കൊടുത്തിരിക്കുക. പച്ചവെള്ളം കുടിക്കാനില്ലാത്ത ഈ നാട്ടിലെ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി അലയുമ്പോൾ, ലോറിയിൽ വെള്ളം കൊണ്ടുവരുമ്പോൾ നാണമാനുണ്ടോ ഈ എം പി രാജേഷിന്? സ്വന്തം നാട്ടിൽ സ്വന്തം ജില്ലയിൽ ഈ കരാർ കമ്പനിക്കാർ, ഈ മദ്യ കമ്പനിക്കാർക്ക് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വലിയ ആവേശത്തോടു കൂടി പ്രതികരിക്കുകയാണ്. അപ്പോൾ ഈ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു കുടിവെള്ള പദ്ധതിയില്ല. പലയിടത്തും കുഴൽക്കിണർ കുടിച്ച വെള്ളം കിട്ടുന്നില്ല. 500ഓളം കുഴൽക്കിണറുണ്ട്, 400ഓളം എണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. 100-ലധികം ഇപ്പോൾ ഒരു തുള്ളി വെള്ളം ഇല്ലാതിരിക്കുക. സജോ ദേവസ്യ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സജോ, ഈ അനുമതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ, അതിൽ തന്നെ ഈ ചട്ടവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയങ്ങൾ, ചോദ്യങ്ങൾ, അതിനിടയിൽ തന്നെ അവിടെ ഈ നാട്ടുകാരുടെ പ്രതിഷേധം അതിശക്തമായി വരുന്ന സാഹചര്യം, പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്ത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം, അതിനിടയിൽ ഇത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആരോപണം മാത്രം എന്ന മന്ത്രിയുടെ മറുപടി കൊണ്ട് നാളെ പിന്നെ നിയമസഭയിൽ അത് വിശദീകരിക്കാമെന്ന മറുപടി കൊണ്ട് ഒരു പ്രതിരോധം സർക്കാരിന് സാധ്യമാവുന്നുണ്ടോ സജു? റിജിത്ത്, മദ്യനിർമ്മാണശാലയ്ക്കുള്ള സർക്കാർ അനുമതി ഒരു രാഷ്ട്രീയ വിവാദമായി ഇതിനകം തന്നെ വളർന്നു കഴിഞ്ഞു. നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം വ്യാപിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇതിനകം തന്നെ പ്രതിപക്ഷം എത്തിയിട്ടുണ്ട്. നാളെ നിയമസഭയിലടക്കം ഈ കാര്യങ്ങൾ സർക്കാരിന്, പ്രത്യേകിച്ച് എക്സൈസ് മന്ത്രിക്ക് വിശദീകരിക്കേണ്ടി വരും. പ്രതിപക്ഷം പ്രധാനമായും 2 കാര്യങ്ങളിലാണ് ഊന്നുന്നത്. ഒന്ന്, ആരോപണ നിഴലിലുള്ള ഒരു കമ്പനിക്ക് അവർ നൽകിയ ഏക അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് അനുമതി നൽകുന്നു എന്നതിൽ ക്രമക്കേടുണ്ട്, അതിൽ അഴിമതിയുണ്ട് എന്ന ആരോപണമാണ്. മറ്റൊന്ന്, ഇതിൻ്റെ പാരിസ്ഥിതിക പ്രത്യേകത. പാലക്കാട് പോലെ കുടിവെള്ള ക്ഷാമമുള്ള പ്രദേശത്ത് ഭൂഗർഭജല ചൂഷണത്തിന് അവസരമൊരുക്കുന്ന ആ ഒരു പ്രദേശത്ത് ജല ലഭ്യതയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് അനുമതി നൽകുന്നു സ്വകാര്യ കമ്പനിക്ക്. അങ്ങനെ വരുമ്പോൾ അതവിടെയുള്ള പാരിസ്ഥിതിക ആഘാതത്തെ മുഖവിലക്കെടുക്കാതെയാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് പ്രതിപക്ഷ വിമർശനം. അതേസമയം ഇക്കാര്യത്തിൽ സർക്കാർ വിശദീകരിക്കുന്ന, പ്രത്യേകിച്ച് എക്സൈസ് മന്ത്രി അടക്കം വിശദീകരിക്കുന്ന ഒരു കാര്യം, പുതിയൊരു സംരംഭം, ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതി വരുന്നു, അതിന് പ്രാരംഭാനുമതി കൊടുക്കുന്നു, ബാക്കി നടപടിക്രമങ്ങളെല്ലാം ചട്ടങ്ങൾ പാലിച്ച് നടക്കും, അങ്ങനെ അതിന് യോഗ്യതയുള്ള, അതിന് കപ്പാസിറ്റിയുള്ള ഒരു സ്ഥാപനമാണ് എന്ന് കണ്ടെത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാരംഭാനുമതി നൽകുന്നു. ഇനിയിപ്പോൾ എല്ലാ ചട്ടങ്ങളും പാലിച്ച് മാനദണ്ഡപ്രകാരം അങ്ങനെ ഒരു നിക്ഷേപം ഇവിടെ വരുന്നു, അതിൽ എല്ലാം സുതാര്യമായാണ് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയും. ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുന്നു എന്ന നിലയ്ക്ക് കേവലമായ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തെ പരിഹസിക്കുകയാണ് മന്ത്രി ചെയ്യുന്നത്. അങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ അതിനെ എന്തിന് എതിർത്ത് തോൽപ്പിക്കണം? വെറും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഒരു പദ്ധതിയെ എതിർക്കുന്നത് എന്തിന് എന്നതാണ് ചോദ്യം. എന്ന് മാത്രമല്ല, നിയമസഭയിൽ ഒരു പ്രധാനപ്പെട്ട ആയുധമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഇതിനകം പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വലിയ നിയമസഭ പ്രക്ഷുബ്ധമാകും ഈ വിഷയത്തിൽ എന്ന കാര്യം ഉറപ്പാണ്. ഇതിന് പിന്നിൽ ഈ 2 വിഷയങ്ങളെയും പ്രാദേശികമായ പ്രതിഷേധം അവിടെ കോൺഗ്രസിൻ്റേത് അടക്കമുണ്ടാകും. അത് നിയമസഭയ്ക്കകത്തും ആ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ സർക്കാരിനെ ആ വിഷയത്തിൽ പ്രതിരോധത്തിലാക്കാൻ കഴിയും എന്നൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷമുള്ളത്. അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഇനി മുതൽ അങ്ങോട്ടേക്ക് മാറും എന്നത് തന്നെയാണ്. അത് പ്രാദേശിക പ്രത്യേകതകളടക്കം ആ ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ഇനി സർക്കാർ പക്ഷേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുനഃപരിശോധനയുടെ ഒരു സാധ്യതയില്ല. നിയമപരമായ പ്രശ്നങ്ങളും ഇക്കാര്യത്തിലില്ല. ടെൻഡർ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു അപേക്ഷ ലഭ്യമായി, അത് പരിശോധിച്ചു, അതിന് യോഗ്യതയുണ്ടെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അനുമതി നൽകുന്നതിന് നിയമപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നിയമക്കുരുക്കോ സാങ്കേതിക പ്രശ്നങ്ങളോ ഒന്നും അക്കാര്യത്തിൽ ഉണ്ടാകില്ല. ഒരു പിന്മാറ്റത്തിന് ഏതായാലും ഇപ്പോൾ സർക്കാരിൽ ആലോചനയില്ല. ശരി, സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു. എലപ്പുള്ളിയിൽ എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരും. അതിനപ്പുറത്തേക്ക് ഈ വിഷയം വലിയ രാഷ്ട്രീയ ആയുധമാക്കി UDF മാറ്റുന്നുണ്ട്. നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്.